ഹലോ നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു വീഡിയോ പൂർത്തിയാക്കേണ്ടതെന്ന് സത്യം പറയാനും എനിക്കറിയില്ല. അത്രയ്ക്കും പ്രൗഡ് മൊമെന്റിലാണ് ഞാനുള്ളത്. നമ്മളെല്ലാവരും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തന്നെയായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. വാട്ട് എ മാച്ച്, വാട്ട് എ വിൻ, ദ കപ്പ് ഇസ് കമ്മിങ് ഹോം. യെസ്, ഇന്ത്യ T20 വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്ന് ബാർബഡോസിൽ നടന്ന ആവേശകരമായിട്ടുള്ള ഫൈനൽ പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയെ 7 റൺസിന് തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ടീം ഇന്ത്യ ലോക ചാമ്പ്യന്മാരായിരിക്കുന്നത്. എന്തൊരു കിടിലൻ പോരാട്ടമാണ് നമ്മൾ കണ്ടത്. ഇവിടെ ശരിക്കും നമ്മൾ ആർക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്? മുമ്പിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കോ, അല്ലെങ്കിൽ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ കിടിലൻ ഇന്നിംഗ്സ് കാഴ്ചവെച്ചിട്ടുള്ള വിരാട് കിങ് കോഹ്ലിക്കോ, കളി കൈവിട്ട് പോയി എന്ന് തോന്നിയ സമയത്ത് ഒരു കിടിലൻ ഓവർ എറിഞ്ഞുകൊണ്ട് കളി തിരിച്ചു പിടിച്ച ഹാർദിക് പാണ്ഡ്യക്കോ, അല്ലെങ്കിൽ ജസ്പ്രീത് ബുംറഹോ, ആ മനുഷ്യന്റെ ഒക്കെ കാര്യം എടുത്തു പറയണം. അല്ലെങ്കിൽ ഈ ഒരു T20 വേൾഡ് കപ്പ്, അതായത് ഈ ഒരു ടൂർണമെന്റിൽ തന്നെ ഏറ്റവും മികച്ചൊരു ക്യാച്ച് എടുത്തിട്ടുള്ള സ്കൈ നമ്മുടെ സൂര്യകുമാർ യാദവിനോ, ആർക്കാണ് നമ്മൾ ശരിക്കും ക്രെഡിറ്റ് കൊടുക്കേണ്ടത്? എല്ലാ ടീം ഇന്ത്യക്കാണ്. അവരുടെ ഒത്തൊരുമയോടുള്ള പോരാട്ട വീര്യത്തിന് തന്നെയാണ് നമ്മൾ കൈയടിക്കേണ്ടത്. ഗൈസ്, ഈ ഒരു മാച്ചിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ അതിന് വയ്യുന്ന അത്രയ്ക്കും പ്രൗഡ് മൊമെന്റിലാണുള്ളത്. അതെ, എന്തായാലും ഇന്ന് ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ടീം ഇന്ത്യക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിങ് കോഹ്ലിയുടെ പ്രകടനം എടുത്തു പറയണം. നമുക്കറിയാം, തുടക്കത്തിൽ തന്നെ 3 വിക്കറ്റുകൾ പോയിക്കൊണ്ട് ഇന്ത്യ ഇൻ ഡീപ് ട്രബിൾ എന്ന് തോന്നിപ്പിച്ച സമയം തന്നെയായിരുന്നു അത്. തുടക്കത്തിൽ തന്നെ 9 റൺസ് എടുത്ത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മടങ്ങുന്നു. റണ്ണൊന്നും എടുക്കാതെ ഋഷഭ് പന്തും പുറത്തായി. പിന്നീട് വലിയ പ്രതീക്ഷയോടെ നമ്മളൊക്കെ കാത്തിരുന്ന സൂര്യകുമാർ യാദവ് അദ്ദേഹവും നിരാശപ്പെടുത്തി. 3 റൺസ് മാത്രം എടുത്തുകൊണ്ടാണ് സ്കൈ മടങ്ങുന്നത്. എന്നാൽ അതിനുശേഷം വിരാട് കോഹ്ലിയും അക്സർ പട്ടേലും ചേർന്നുകൊണ്ട് ടീം ഇന്ത്യക്കായി 4ാം വിക്കറ്റിൽ ഒരു കിടിലൻ പാർട്ട്ണർഷിപ്പ് തന്നെ പടുത്തുയർത്തുന്നു. അതെ, അക്സർ പട്ടേലൊക്കെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. 31 പന്തുകളിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയത് 47 റൺസ് ആണ്. അതെ, തീർച്ചയായിട്ടും 14ാം ഓവറിൽ അദ്ദേഹം റണ്ണൌട്ടായി പോവുകയായിരുന്നു. 4 സിക്സറുകളും ഒരു 4ഉം അക്സറിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. അക്സർ മടങ്ങിയതിനു ശേഷം ദൂബെയാണ് ക്രീസിലേക്ക് എത്തുന്നത്. വിരാട് കോഹ്ലി 48 പന്തിൽ 50ലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആണ് നമ്മൾ ആദ്യം കാണുന്നത്. അതെ, ഈ ഒരു ലോകകപ്പിലെ ആദ്യ അർദ്ധ സെഞ്ചുറിയാണ് കോഹ്ലിയുടേത്. എന്തായാലും അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം കോഹ്ലി കൂടുതൽ അറ്റാക്കിലേക്ക് തിരിഞ്ഞ് കളിച്ചപ്പോഴാണ് ടീം ഇന്ത്യ ഒരു വലിയ സ്കോർ തന്നെ പടുത്തുയർത്തിയിട്ടുള്ളത്. 58 പന്തിൽ 76 റൺസ് അടിച്ചു കൂട്ടിക്കൊണ്ടാണ് കിങ് വിരാട് കോഹ്ലി മടങ്ങുന്നത്. 2 സിക്സറുകളും 6 ഫോറുകളുമാണ് കിങ്ങിന്റെ ഇന്നിംഗ്സിൽ പിറന്നിട്ടുള്ളതും. പിന്നീട് ദുബൈ 16 പന്തിൽ 27 റൺസ് എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സ്ട്രോങ് ഇന്നിംഗ്സ് കൂടി വന്നപ്പോൾ ടീം ഇന്ത്യ 170 എന്ന മികച്ച സ്കോറിലേക്ക് തന്നെ എത്തുകയായിരുന്നു. അങ്ങനെ മറുപടി ബാറ്റിംഗിനായി സൗത്ത് ആഫ്രിക്ക ഇറങ്ങുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് തുടക്കത്തിൽ അത്ര മികച്ച രീതിയിലല്ല അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. കളിയുടെ തുടക്കത്തിൽ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ 2 വിക്കറ്റുകൾ വീഴ്ത്താൻ ടീം ഇന്ത്യക്ക് സാധിക്കുന്നു. 4 റൺസ് എടുത്ത റീസ ഹെൻഡ്രിക്സിനെ ജസ്പ്രീത് ബുംറ മടക്കിയപ്പോൾ 4 റൺസ് എടുത്ത എയ്ഡൻ മാർക്കറത്തിനെ അർഷ്ദീപ് സിംഗുമാണ് പുറത്താക്കുന്നത്. ഇതിനുശേഷം ട്രിസ്റ്റൻ സ്റ്റെപ്സും ഡീകോക്കും ചേർന്നുകൊണ്ട് സൗത്ത് ആഫ്രിക്കയെ മികച്ച സ്കോറിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. സ്റ്റെപ്സ് 21 പന്തിൽ അടിച്ചുകൂട്ടി 31 റൺസ്. പിന്നീട് അദ്ദേഹം അക്സർ പട്ടേലിന്റെ പന്തിൽ ഔട്ടായി പോവുകയായിരുന്നു. ഇതിനുശേഷം ഹെൻറി ക്ലാസൻ വരുന്നു. അജാതി പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളത്. ക്ലാസനും ഡീകോക്കും ചേർന്നുകൊണ്ട് ഇവർ അനായാസമായി കൊണ്ടാണ് ഇന്ത്യൻ ബൗളർമാർക്കെതിരെ ബാറ്റ് വീശിയത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 12 ഓവറിലേക്ക് സൗത്ത് ആഫ്രിക്ക 100 റൺസ് കടന്നിട്ടുണ്ടായിരുന്നു. അവസാന 8 ഓവറിൽ വിജയിക്കാൻ വേണ്ടത് 76 റൺസ്. കളിയുടെ 13ാമത്തെ ഓവറിൽ ഡീകോക്കിനെ അർഷ്ദീപ് സിംഗ് പുറത്താക്കുന്നു. 31 പന്തിൽ നിന്ന് 39 റൺസാണ് ഡീകോക്ക് അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഡീകോക്കിനെ പുറത്താക്കിയപ്പോൾ സത്യം പറയാലോ, ഇവിടെ നമ്മൾ കളി തിരിച്ചു പിടിച്ചു എന്ന് തോന്നിച്ച സമയം കൂടിയായിരുന്നു അത്. പക്ഷേ അവിടെയാണ് നമുക്ക് തെറ്റിയത്. അതെ, പിന്നീട് സൗത്ത് ആഫ്രിക്ക ശരിക്കും അറ്റാക്ക് ചെയ്തുകൊണ്ട് കളിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. ക്ലാസൻ അവരെ അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അക്സർ പട്ടേലിന്റെ 15ാമത്തെ ഓവറിൽ 24 റൺസാണ് സൗത്ത് ആഫ്രിക്ക അടിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇതോടുകൂടെ ശരിക്കും സൗത്ത് ആഫ്രിക്ക വിജയം ഉറപ്പിച്ചു എന്ന് തോന്നിച്ച സമയം കൂടിയായിരുന്നു അത്. വിൻ പ്രഡിക്റ്റേഴ്സ് പോലും ഇന്ത്യക്ക് യാതൊരു സാധ്യതയും കൽപ്പിക്കാത്ത സമയം. കളി എങ്ങനെ ടീം ഇന്ത്യ വിജയിക്കും? കാരണം 30 പന്തുകൾ ബാക്കിയുണ്ട്. വിജയിക്കാൻ വേണ്ടതാവട്ടെ വെറും 30 റൺസ്. ഹാർദിക് പാണ്ഡ്യ വരുന്നു. ഹാർദിക് എറിഞ്ഞ 17ാമത്തെ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ഹെൻറി ക്ലാസൻ പുറത്തു പോകുന്നു. അവിടെ നമ്മൾ ഹാർദിക്കിന്റെ ആ ഒരു മനസാന്നിധ്യത്തിന് കൈയടിച്ചേ പറ്റൂ. എന്തായാലും ക്ലാസൻ 27 പന്തിൽ 52 റൺസാണ് അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അവസാനം 3 ഓവറിൽ 23 റൺസായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത്. ജസ്പ്രീത് ബുംറ വരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു 18ാം ഓവർ സൗത്ത് ആഫ്രിക്കയെ ശരിക്കും വിറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. യാൻസന്റെ വിക്കറ്റും ബുംറ എടുക്കുന്നു. 3 റൺസ് മാത്രമാണ് ആ ഒരു ഓവറിൽ ജസ്പ്രീത് ബുംറ വിട്ടു നൽകിയിട്ടുള്ളതും. സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയിക്കാൻ 2 ഓവർ, അതായത് 12 റൺസിൽ വേണ്ടത് 20 റൺസ് എന്ന നിലയിൽ. അർഷ്ദീപ് സിംഗ് 19ാം ഓവറിൽ കൊടുത്തതാവട്ടെ വെറും 4 റൺസ്. അവസാന ഓവറിൽ വേണ്ടത് 16 റൺസ് ആയിരുന്നു. ഹാർദിക്കാണ് ആ ഒരു ലാസ്റ്റ് ഓവർ എറിയാൻ വരുന്നത്. മില്ലറാണ് സ്ട്രൈക്കിലുള്ളതും. ആദ്യ പന്തിൽ തന്നെ മില്ലറിന്റെ ഒരു കൂറ്റൻ അടിയാണ് നമ്മൾ കണ്ടത്. അതെ, സൂര്യകുമാർ യാദവ് 6 ലൈനിൽ വെച്ചിട്ട് ഒരു അതിഗംഭീര ക്യാച്ച് എടുക്കുന്നേ. അതെ, അവിടെ
മില്ലർ ഔട്ടായി പോകുന്നു. എന്തൊരു ക്യാച്ച് ആയിരുന്നു അത്. 5 പന്തിൽ പിന്നീട് വേണ്ടത് 16 റൺസ്. കളി അവിടെയും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത പന്തിൽ റബാദയുടെ എഡ്ജിൽ ഒരു 4 റൺസ് പിറക്കുന്നു. അടുത്ത പന്തിൽ സിംഗിൾ. പിന്നീട് വേണ്ടത് 3 പന്തുകളിൽ 11 റൺസ് ആയിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയിക്കാൻ. അടുത്ത പന്തിൽ 1 റൺ മാത്രം വിട്ടുകൊടുക്കുന്നു. 2 പന്തിൽ ഇനി വേണ്ടത് 10 റൺസ് എന്ന നിലയിൽ. എന്നാൽ തൊട്ടടുത്ത പന്താവട്ടെ വൈഡാണ് വരുന്നത്. 2 പന്തിൽ ഇനി വേണ്ടത് 9 റൺസാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയിക്കാൻ. അടുത്ത പന്തിൽ റബാദയെ ഔട്ടാക്കുന്നു ഹാർദിക് പാണ്ഡ്യ. 1 പന്തിൽ 9 റൺസ് എന്ന നിലയിലേക്ക് സൗത്ത് ആഫ്രിക്ക അപ്പോൾ വീണ് പോവുകയായിരുന്നു. അങ്ങനെ രോമാഞ്ചം നൽകുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് ശേഷം ടീം ഇന്ത്യ ഇതാ ആ ഒരു കിടിലൻ കിരീടം സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഹാർദിക്കിന്റെ പ്രകടനം നമ്മൾ എടുത്തു പറയണം. ആ മനുഷ്യൻ അവസാനം കരയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഹാർദിക്കിന്റെ വിജയം. തീർച്ചയായിട്ടും കളി കണ്ട ലൈവായിട്ട് കണ്ട ഓരോ ആരാധകന്റെ അവസ്ഥയും ഇതുപോലെ തന്നെ ആയിരിക്കണം. എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും പങ്കുവെക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ചങ്ങായിമാരെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.